നമസ്കാരം. പ്രധാന വാർത്തകൾ. ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. അധോലോക സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും കാത്തിരിക്കുന്നത് ഇരുണ്ട മുറികളെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK ഫാറൂഖ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഏത് വലിയ മുതലാളിയുടെ ക്വാറിയും പൂട്ടിക്കുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ക്വാറി പ്രവർത്തനത്തിന് CPM എതിരല്ല. കണക്കൊഴുപ്പിൽ എന്ത് നെറുകേടുമാകാമെന്ന് ഒരു ക്വാറി മുതലാളിയും കരുതേണ്ട. വരോട് ഡാർക്ക് സ്റ്റോൺ ക്വാറിയിൽ നിന്ന് ഇനി ഒരു ലോഡ് കല്ല് പോലും പുറത്തുപോകാൻ പാടില്ലെന്നും EN സുരേഷ് ബാബു. ക്വാറിക്ക് മുന്നിൽ ജനകീയ സമരസമിതി നടത്തിയ രാപ്പകൽ സത്യാഗ്രഹത്തിന് സമാപനം. കൊലപാതക സ്വർണ്ണക്കടത്ത് മാഫിയകളെ ചേർത്ത് പിടിക്കുന്ന LDF ഭരണം ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥകളെ അവഹേളിക്കില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. ADGPയെ പുറത്താക്കിയാൽ കൊള്ളയുടെ ചുരുളഴിയുമെന്ന് മുഖ്യമന്ത്രി ഭയക്കുന്നു. കുറ്റാരോപിതനായ ADGPയെയും ആരോപണമുന്നയിച്ച MLAയെയും മുഖ്യമന്ത്രി ഒരേപോലെ ചേർത്തു നിർത്തുന്നതിൽ ദുരൂഹതയുണ്ടെന്നും MP. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിലേക്ക് KSSPA മാർച്ച്. VS സുനിൽകുമാറിനെ ആക്ഷേപിച്ച് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. സുനിൽകുമാർ പൂരത്തിന്റെ അന്തകനായാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്നും ഗോപാലകൃഷ്ണൻ. തനിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന പ്രതികരണം ചിരിച്ചു തള്ളുന്നുവെന്ന് VS സുനിൽകുമാർ. ആർക്കാണ് മാനസിക വിഭ്രാന്തിയെന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാം. പ്രതിഷേധ സമരങ്ങളെ പുച്ഛിച്ചു തള്ളി പൊതുമരാമത്ത് വകുപ്പ്. കുളപ്പള്ളി മുതൽ ഷൊർണൂർ കൊച്ചി പാലം വരെ ഇപ്പോഴും നടുവോടിയെന്ന യാത്ര. റോഡ് നവീകരണം അനിശ്ചിതമായി നീളുന്നതിൽ ദുരൂഹത. ചില PWD ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന പരാതി ശക്തമാകുന്നു. അപകടങ്ങൾ പതിവായ പാതയിൽ ഷൊർണൂർ ടെക്നിക്കൽ സ്കൂളിന് മുന്നിൽ സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. മങ്കരയിൽ അംഗൻവാടി വർക്കർ നിയമനത്തിനുള്ള അഭിമുഖത്തിൽ ക്രമക്കേട് ആരോപിച്ച് CPM. ഇന്റർവ്യൂ പാനലിൽ കോൺഗ്രസ് BJP മണ്ഡലം പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തിയത് ദുരൂഹം. ലക്ഷ്യം സ്വജനപക്ഷപാതമെന്നും CPM പ്രാദേശിക നേതൃത്വം. അഭിമുഖം നടന്ന കേന്ദ്രത്തിലെത്തി CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം ഇതര സംസ്ഥാനക്കാരിയായ യുവതി മരിച്ച നിലയിൽ. കൊലപാതകമെന്ന് സംശയിക്കുന്നതായി പോലീസ്. ഒറ്റപ്പാലം മീറ്റ്നയിൽ കടബാധ്യതയുള്ള യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വായ്പയെടുത്ത സ്ഥാപനങ്ങളുടെ സമ്മർദ്ദം ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന് സംശയം. എരുമപ്പെട്ടിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥ മരിച്ചു. ഷൊർണൂരിൽ മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ പിടിമുറുക്കുന്ന കൊള്ളപ്പലിശ സംഘങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. സ്ത്രീകളെ കേന്ദ്രീകരിച്ച് പണം കടം നൽകുന്ന സംഘങ്ങൾ കുടുംബങ്ങൾ തകർക്കുന്നു. ഷൊർണൂരിലെ ഗ്രാമീണ മേഖലയിൽ മാത്രം ഇത്തരം 40ഓളം സംഘങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ക്ലബ്ബ് സെക്രട്ടറി നിവേദനം നൽകി. MPയുടെ ഇടപെടൽ. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽ അടിപ്പാതയ്ക്ക് അനുമതിയായി. അടിപ്പാത നിർമ്മിക്കുക 1,68 ലക്ഷം രൂപ ചെലവിൽ. പ്രവൃത്തിയുടെ പൂർണ്ണ ചെലവ് റെയിൽവേ വഹിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. വാർത്തകൾ വിശദമായി. ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. അധോലോക സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും കാത്തിരിക്കുന്നത് ഇരുണ്ട മുറികളാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK ഫാറൂഖ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരൂഹ ഇടപാടിലെ ഇടനിലക്കാരനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെന്ന് OK ഫാറൂഖ് ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ രഹസ്യങ്ങൾ ചോർത്തിയതിൽ ADGPക്കും P ശശിക്കും പങ്കുണ്ട്. ഇത് പുറത്തുവരാതിരിക്കാനാണ് ഇരുവരെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. എക്കാലവും പിണറായി വിജയനാകില്ല മുഖ്യമന്ത്രിയെന്ന് അധോലോക സംഘം തിരിച്ചറിയണമെന്നും ഫാറൂഖ് പറഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ വിനോദ് ചെറാട്, പ്രതീഷ് മാധവൻ, വിഷ്ണു, ജിതേഷ്, അജാസ് കുഴൽമന്ദം, ശ്യാം ദേവദാസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഏത് വലിയ മുതലാളിയുടെ ക്വാറിയും പൂട്ടിക്കുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വരോട് 4 മൈലിലെ ഡാർക്ക് സ്റ്റോൺ ക്വാറിക്കെതിരെ CPM അനങ്ങടി വരോട് ലോക്കൽ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി നടത്തിയ രാപ്പകൽ സത്യാഗ്രഹ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. ക്വാറി പ്രവർത്തനത്തിന് CPM എതിരല്ല. എന്നാൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ക്വാറികൾ പൂട്ടിക്കും. അത് എത്ര പിടിപാടുള്ള ആളായാലും മുഖം നോക്കാതെയായിരിക്കും നടപടിയെന്നും
എൻ സുരേഷ് ബാബു പറഞ്ഞു. ഇനി ഒരു ലോഡ് കല്ലുപോലും ഡാർക്ക് സ്റ്റോൺ ക്വാറിയിൽ നിന്ന് പുറത്തുപോകാൻ പാടില്ല. കല്ലുകയറ്റി വരുന്ന വാഹനങ്ങൾ തടയണമെന്നും എൻ സുരേഷ് ബാബു ആഹ്വാനം ചെയ്തു. മനുഷ്യ ജീവിതത്തിന് നേരെ വല്ലാതെ ഭീഷണി ഉയർത്തുന്ന ഏത് മുതലാളിയുടെ പോയി നമ്മൾ കൂട്ടും. അപ്പോൾ നിങ്ങളിവിടെ പങ്കെടുത്തവർക്ക് ഇന്നത്തെ ഇവിടെ CPM രാവിലെ മുതൽ ഇന്നലെ മുതൽ ഇന്ന് വരെ സമരം നടത്തി തിരിഞ്ഞു പോവുക എന്ന് വിചാരിച്ചും ആരും ധരിക്കണ്ട. ഇപ്പോൾ ഇവിടെ അധ്യക്ഷൻ ഞങ്ങളിനി കോറി കൂട്ടുന്നത് വരെ സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട സഖാവാണല്ലോ അദ്ദേഹം. സ്വാഭാവികമായും ആ വാക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഇനി ഡാർക്ക് സ്റ്റോറിൻ്റെ വണ്ടികൾ ഇതിലൂടെ പോകരുത്, അത് പറഞ്ഞോളണം. അതിലെന്ത് വന്നാലും നമുക്ക് നോക്കാം. മനസ്സിലായിട്ടില്ല? വെറുതെ നിങ്ങൾ രാപ്പകൽ സമരം നടത്തിയിട്ട് കാര്യമില്ല. ഈ സമരം കഴിഞ്ഞിട്ട് അതിൻ്റെ നൂറുകണക്കിന് വണ്ടി ഇതിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കാഴ്ചക്കാരായി നോക്കി നിന്നിട്ട് കാര്യമില്ല. അത് തടയണം. തടയുമ്പോൾ പോലീസ് വരും. പോലീസ് മനുഷ്യന്മാർ തന്നെയില്ല. അവരോട് ഈ നാട്ടിലെ പ്രയാസങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണല്ലോ. ഈ മനസ്സിലാക്കാത്ത പോലീസുകാരെ നമുക്ക് മനസ്സിലാക്കിക്കുകയും ചെയ്യാം. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. നമ്മളെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വരോട് കോറി കൂട്ടണമെന്ന് പറയുന്നത്? ജനകീയ സമരസമിതി ചെയർമാൻ CP ശശി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, കർഷക സംഘം ഏരിയ പ്രസിഡന്റ് U രാജഗോപാൽ, ജനകീയ സമരസമിതി കൺവീനർ IM സതീശൻ, CPM ഏരിയ കമ്മിറ്റി അംഗം C അബ്ദുൽ ഖാദർ, ഒറ്റപ്പാലം ലോക്കൽ സെക്രട്ടറി IMA റസാഖ്, വരോട് ലോക്കൽ സെക്രട്ടറി PC സോമൻ, അനങ്ങനടി ലോക്കൽ സെക്രട്ടറി NR രഞ്ജിത്ത്, KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K പ്രഭാകരൻ, നഗരസഭാ കൗൺസിലർ A അക്ബർ അലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊലപാതക സ്വർണ്ണക്കടത്ത് മാഫിയകളെ ചേർത്ത് പിടിക്കുന്ന LDF ഭരണം ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥകളെ അവഹേളിക്കലാണെന്ന് VK ശ്രീകണ്ഠൻ MP. ആനുകൂല്യ നിഷേധത്തിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ആരോപണ വിധേയനായ ADGPയെ പുറത്താക്കിയാൽ വൻ കൊള്ളയുടെ ചുരുളഴിയുമെന്ന ഭയമാണ് മുഖ്യമന്ത്രിക്കെന്നും MP VK ശ്രീകണ്ഠൻ ആരോപിച്ചു. കുറ്റാരോപിതനായ ADGPയെയും കുറ്റം ആരോപിച്ച ഭരണപക്ഷാനുകൂല MLAയെയും ഒരേപോലെ ചേർത്തു നിർത്തുന്നതിൽ നിഗൂഢതയുണ്ട്. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പരിപാലനം അധോലോകത്തിൻ്റെ കയ്യിലാണെന്ന് ഭരണകക്ഷി MLA ആരോപിക്കുന്നു. ആ നിലയ്ക്ക് ഇടത് സർക്കാർ രാജിവെക്കണം. സർക്കാർ ജീവനക്കാരെ മാത്രമല്ല, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെയും സർക്കാർ വഞ്ചിക്കുകയാണെന്നും MP കുറ്റപ്പെടുത്തി. എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ആ സമയത്ത് ഇതെല്ലാം പരിഹരിക്കാൻ സർക്കാർ കൂടെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ സർക്കാർ കൂടെ ഉള്ളത് ആരുടെ കൂടെയെന്ന് മനസ്സിലായല്ലോ. DGP തുടങ്ങിയിട്ടുള്ള ക്രിമിനൽ സംഘങ്ങളുടെ കൂടെ സർക്കാരുണ്ട്. TV അൻവറിന്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട്. പിന്നെ ഇപ്പൊ എന്താ പ്രയാസം? അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ഇപ്പൊ പത്രം വായിച്ചാല് കൂട്ട ബലാത്സംഗം നടന്നത് നമ്മൾ വായിക്കുന്നത്. ഈ കേരള സംസ്ഥാനം ഇങ്ങനെ അധപ്പതിപ്പിച്ച സാംസ്കാരിക മേഖല, സിനിമാ മേഖല, സാംസ്കാരിക രംഗത്തെ ഏറ്റവും വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. ഇതുപോലെ അധപ്പതിച്ച ഒരു കാലഘട്ടം CPM ഉണ്ടായിട്ടില്ല. ഇത് തന്നെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചത്. ക്ഷാമാശ്വാസ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പെൻഷനേഴ്സ് അസോസിയേഷന്റെ മാർച്ചും ധർണയും. ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റഷീദ, സംസ്ഥാന സെക്രട്ടറി C ബാലൻ, KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി S തെക്കേതിൽ, C വേലായുധൻ, ജോയ്, M പോൾ, M ഉണ്ണി, ഉമ്മൻ, PD സുവർണൻ, R മണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മംഗലം ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ നിയമനത്തിനുള്ള അഭിമുഖത്തിൽ ക്രമക്കേട് ആരോപിച്ച് CPM പ്രതിഷേധം. അഭിമുഖം നടത്തുന്നതിനായുള്ള പാനലിൽ കോൺഗ്രസിന്റെയും BJPയുടെയും മണ്ഡലം പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തിയത് സ്വജനപക്ഷപാതം കാണിക്കാനാണെന്ന് ആരോപിച്ചാണ് അഭിമുഖം നടക്കുന്ന കേന്ദ്രത്തിലെത്തി CPM പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇന്റർവ്യൂ നടക്കുന്ന ഹാളിലേക്ക് പ്രതിഷേധവുമായി 50ഓളം CPM പ്രവർത്തകർ ഇരച്ചു കയറിയതോടെ
പ്രിയദർശിനി ഹാളിൽ നടക്കുന്ന ഇന്റർവ്യൂ 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. സംഭവമറിഞ്ഞ് മങ്കര പോലീസും സ്ഥലത്തെത്തി. സമരക്കാർ CDPO രമയുമായി സംസാരിച്ച ശേഷം നിഷ്പക്ഷമായ രീതിയിൽ മാത്രമേ ഇന്റർവ്യൂ നടത്തുകയുള്ളൂ എന്ന് സമരക്കാർക്ക് CDPO ഉറപ്പ് നൽകിയതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. മുൻപ് നടന്ന അംഗൻവാടി ഹെൽപ്പർ നിയമനത്തിൽ അർഹരായവർക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നും പ്രവൃത്തി പരിചയമുള്ള ആളെ ഒഴിവാക്കി കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയെന്നും സമരക്കാർ ആരോപിച്ചു. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് മങ്കര CPM ലോക്കൽ സെക്രട്ടറി ER ശശി CDPOയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് പഞ്ചായത്തിലെത്തി സെക്രട്ടറിക്കും ICDS ജില്ലാ ഓഫീസർക്കും CPM പരാതി നൽകി. CPM നേതാക്കളായ ER ശശി, CM അബ്ദുൾ റഹ്മാൻ, CK ചെന്താമരാശൻ, MS ഹരിദാസ്, TM രമേശ് കുമാർ, VS മുഹമ്മദ് ഷാഫി, KS മനോഹരൻ, KS സന്തോഷ് കുമാർ, KR ഷാജീവ്, ES ശിവദാസ്, രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ 300 ആളുകളെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ കോൺഗ്രസിന്റെയും മണ്ഡലം പ്രസിഡന്റ്, BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ഇവരെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് CPMന്റെ ഒരാളെ പോലും, വൈസ് പ്രസിഡന്റും 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉള്ളത് ഈ പഞ്ചായത്തിന്റെ CPMനാണ്. പക്ഷെ അതിൽ ഒരാളെ പോലും ഉൾപ്പെടുത്താം. ഏകപക്ഷീയമായി കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ട് ഇവിടെ അവരുടെ ആളുകളെ തിരികെ കയറ്റുകയാണ്. അർഹരായിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് പുറത്തു നിർത്തുകയാണ്. അതിനെതിരെയാണ് ഇന്ന് അതിശക്തമായ സമരം നടത്തിയിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായി നടന്ന ഇന്റർവ്യൂവിൽ ഏകദേശം 275ഓളം പേർ പങ്കെടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂ നിഷ്പക്ഷമായാണ് നടക്കുന്നതെന്നും CPMന്റെ നേതൃത്വത്തിലുള്ള സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. അത് ആകെ ഈ 85ഉം ഈ ഇന്റർവ്യൂ ബോർഡിന് ഇരുന്ന അംഗങ്ങളുടെ എണ്ണവും ചേർത്ത് ടോട്ടൽ ചെയ്തതിനെ എത്ര ആളുകളാണ് ഇന്റർവ്യൂ ബോർഡിൽ ഹാജരായതെങ്കിൽ അത് വെച്ച് ഹരിച്ചുകൊണ്ടാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗൻവാടികളിലും വർക്കറുടെ ഒഴിവില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2026 ഒരു വേക്കൻസിയാണ് ഇവിടെ വരാൻ പോകുന്നത്. അത് ട്രാൻസ്ഫർ വന്നാൽ ആ വേക്കൻസിയും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. സത്യം പറഞ്ഞാൽ സർക്കാരാണ് ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ പ്രേരിതമായി കൊണ്ടാണ്, അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കും കോൺഗ്രസിനും എന്ന രീതിയിലുള്ള ഒരു മാനദണ്ഡമല്ല സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആളുകൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. അർഹരായ ആളുകളെ കണ്ടെത്തി കൊടുക്കുക എന്ന മാനദണ്ഡത്തിലാണ് നമ്മൾ വർക്കറുടെ കാര്യത്തിലായാലും ഹെൽപ്പറുടെ കാര്യത്തിലായാലും ഞങ്ങളുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. സുനിൽകുമാർ തൃശൂർ പൂരത്തിന്റെ അന്തകനായാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്നും ഗോപാലകൃഷ്ണൻ തൃശൂരിൽ ആക്ഷേപിച്ചു. VS സുനിൽകുമാറിന് ഒരുതരം രാഷ്ട്രീയ മാനസിക വിഭ്രാന്തിയാണെന്ന് B ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചു. അതുകൊണ്ടാണ് പൂരം വിഷയത്തിൽ അൻവർ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞത്. സുനിൽകുമാർ തൃശൂർ പൂരത്തിന്റെ അന്തകനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. കുമാർ പറയുന്നത്, PV അൻവർ പറയുന്നത് പൂരത്തിൻ്റെ റിപ്പോർട്ട് വരുത്തുന്നതാണ്. പൂരത്തിൻ്റെ പോലീസ് റിപ്പോർട്ട് വരണമെങ്കിൽ പരാതി കൊടുക്കണം. സുനിൽകുമാർ പരാതി കൊടുത്തോ? എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? പൂരത്തിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ സുനിൽകുമാർ പരാതി കൊടുക്കാതിരിക്കാൻ കാരണം സുനിൽകുമാറാണ് പൂരത്തിൻ്റെ അന്തകനായി മാറാനുള്ള ശ്രമം നടത്തിയത്. അതുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത്. പരാതി കൊടുത്തത് ഞാനാണ്. അത് ഹൈക്കോടതിയിൽ കൊടുത്തു പരാതി. അത് ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. ആ റിപ്പോർട്ട് ആദ്യം കിട്ടേണ്ടത് പരാതിക്കാരനാണ്. പരാതിക്കാരൻ എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ, പോലീസിൻ്റെ, ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ട് ഞാൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഏത് റിപ്പോർട്ടാണെങ്കിലും ആ റിപ്പോർട്ട് ആർക്കെതിരാണെങ്കിലും ആ റിപ്പോർട്ട്, അതിൻ്റെ ഉള്ളടക്കം ഞങ്ങൾ തന്നെ കൊണ്ടുവരും. ആ റിപ്പോർട്ട് വരട്ടെ എന്ന് സുനിൽകുമാർ പറയുന്നത് ബാലിശമാണ്, അല്പത്തരമാണ്. സുനിൽകുമാറിന് വേണമെങ്കിൽ നിയമസഭയിൽ അയാളുടെ മന്ത്രിമാരെ വെച്ചിട്ട് ചോദിക്കാം. എന്തുകൊണ്ട് ചോദിച്ചില്ല? പോലീസുമായി പ്രശ്നങ്ങളുണ്ടാക്കി 2016 ആവർത്തിപ്പിക്കാനാണ് സുനിൽകുമാർ ശ്രമിച്ചത്. 2016 കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പൂരത്തിൻ്റെ രക്ഷകനായി സുനിൽകുമാർ വന്നു. അതേ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ തൃശൂർ പൂരത്തിൻ്റെ അന്തകനായി സുനിൽകുമാർ മാറുകയായിരുന്നുവെന്നും ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന് VS സുനിൽകുമാറിന്റെ മറുപടി. തനിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന ഗോപാലകൃഷ്ണന്റെ പ്രതികരണം ചിരിച്ചു തള്ളുന്നുവെന്ന് സുനിൽകുമാർ. ആർക്കാണ് മാനസിക വിഭ്രാന്തിയെന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ഗോപാലകൃഷ്ണനെ പറ്റി നന്നായി അറിയാവുന്നതുകൊണ്ട്
ആർക്കാണ് മാനസിക വിഭ്രാന്തിയെന്ന് അറിയാം. കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ പലതും പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തു പറയാത്തത് തൻ്റെ രാഷ്ട്രീയ മര്യാദ കൊണ്ടാണ്. പൂരം കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്നത് BJPയുടെ ഫോർമുലയാണ്. ആ ഫോർമുല തൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട. പൂരം കലക്കികളുടെ കൂട്ടത്തിൽ ഇടതു നേതാക്കൾ ആരുമുണ്ടാകില്ല. പൂരം തകർക്കാൻ ഇരുട്ടിൻ്റെ മറവിൽ പ്രവർത്തിച്ചവരുടെ മുഖം പുറത്തു വരുന്നതിൽ BJP നേതാക്കൾക്ക് എന്തിനാണ് വേവലാതിയെന്നും സുനിൽകുമാർ ചോദിച്ചു. ബി ഗോപാലകൃഷ്ണനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. എൻ്റെ സീനിയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചിരിച്ച് തള്ളാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് എന്നെപ്പറ്റി അറിയാവുന്ന ആളാണ്. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ മാനസിക വിഭ്രാന്തി എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗോപാലകൃഷ്ണൻ എന്തും പറയുന്ന ഒരാളാണ്. എന്നാൽ ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാനസിക പ്രയാസമില്ല. കാരണം എനിക്ക് മാനസിക പ്രയാസമുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാളങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഗോപാലകൃഷ്ണനെ പറ്റി വന്നിട്ട് അറിയാം. ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലം മാറ്റപ്പെട്ടിട്ടുള്ള കമ്മീഷണറും കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മര്യാദ അനുസരിച്ച് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഗോപാലകൃഷ്ണൻ എൻ്റെ ഈ പ്രസംഗം ഈ സംസാരം കേൾക്കുമ്പോൾ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാനത് പുറത്തു വിടാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്ന കാര്യമല്ല. പിന്നെ ഈ പൂരം തകർത്താൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJPയുടെ ഫോർമുലയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. VK ശ്രീകണ്ഠൻ MPയുടെ ഇടപെടൽ. ഒടുവിൽ പട്ടാമ്പിക്കടുത്ത് പെരുമുടിയൂരിൽ അടിപ്പാത വരുന്നു. പെരുമുടിയൂർ ഓറിയന്റൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാഗത്തേക്ക് കാൽനടയാത്രയ്ക്കായി 1,68,00,000 രൂപ ചെലവിലാണ് അടിപ്പാത നിർമ്മിക്കാൻ അനുമതിയായത്. പ്രവൃത്തിയുടെ പൂർണ്ണമായ ചെലവ് റെയിൽവേ വഹിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പെരുമുടിയൂർ ഓറിയന്റൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാഗത്തേക്ക് കാൽനട യാത്രയ്ക്കായി 1,68,00,000 രൂപ ചെലവിൽ അടിപ്പാത നിർമ്മിക്കും. കാൽനടയാത്രയ്ക്ക് മാത്രമായുള്ള അടിപ്പാത നിർമ്മിക്കുവാൻ ദക്ഷിണ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഉത്തരവ് ഇറക്കിയതായി VK ശ്രീകണ്ഠൻ MP അറിയിച്ചു. ജനവാസ മേഖലകളിലും നഗരപ്രദേശങ്ങളിലും റെയിൽ ക്രോസ് ചെയ്തു പോകുന്നവർ അപകടങ്ങളിൽപ്പെടുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞ ജൂലൈ മാസം റെയിൽവേ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. നാട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും ദീർഘകാല ആവശ്യമാണ് പെരുമുടിയൂരിൽ നടപ്പാത നിർമ്മിക്കുക എന്നത്. മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ പാളത്തിനിരുവശവും അടച്ചുപൂട്ടുന്നതുവരെ റെയിൽവേ ലൈൻ മുറിച്ചു കടക്കുകയാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും ചെയ്തിരുന്നത്. നിരവധി അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അടച്ചുപൂട്ടിയതോടെ പട്ടാമ്പി പള്ളിപ്പുറം റോഡിൽ നിന്നും പെരുമുടിയൂരിലെത്താൻ ഏറെ ചുറ്റിത്തിരിയേണ്ട സ്ഥിതിയാണ്. തുടർന്നാണ് ബോർഡിൻ്റെ പദ്ധതിയിൽ അടിപ്പാതയും ഉൾപ്പെടുത്തിയത്. പ്രവൃത്തിയുടെ പൂർണ്ണ ചെലവ് റെയിൽവേ തന്നെ വഹിക്കുമെന്നും MP അറിയിച്ചു. നിർമ്മാണം പൂർത്തിയായാൽ പെരുമുടിയൂർ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സുരക്ഷിതമായി കാൽനടയാത്ര നടത്താം. അടുത്ത അധ്യയന വർഷത്തിനു മുൻപ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി VK ശ്രീകണ്ഠൻ MP അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പാലക്കാട് തെളിവെടുപ്പ് നടത്തി. ചെയർമാൻ TK ജോസ്, കമ്മീഷൻ അംഗങ്ങളായ B പ്രദീപ്, അഡ്വക്കേറ്റ് AJ വിൽസൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ നടന്ന തെളിവെടുപ്പിൽ വ്യവസായ സ്ഥാപന മേധാവികൾ, ഉപഭോക്തൃ സംഘടനകൾ, വ്യക്തികൾ എന്നിവർ വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. നിരക്ക് വൻതോതിൽ വർദ്ധിക്കുന്നത് വ്യവസായശാലകളുടെ സ്തംഭനത്തിനും തൊഴിൽ രാഹിത്യത്തിനും ഇടവരുത്തുമെന്ന് വ്യവസായ സ്ഥാപന നടത്തിപ്പുകാർ ആശങ്ക പങ്കുവച്ചു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതി വിഭാവനമാണ് കേരളത്തിൽ വൈദ്യുതി ദാരിദ്ര്യമുണ്ടാക്കിയത്. കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമായിരുന്ന വൈദ്യുതി ഇല്ലാതാക്കിയത് ഉദ്യോഗസ്ഥ വീഴ്ചയാണ്. ഭാവി ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് പ്രകൃതിയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. ന്യൂക്ലിയർ പദ്ധതിയും ആലോചിക്കണമെന്നും KSEBയിലെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണമെന്നും അഭിപ്രായമുയർന്നു. KSEB നിരക്ക് വർധന സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിവരങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അമിതഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് അംഗങ്ങൾ വ്യക്തമാക്കി. 2023 ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെയുള്ള നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ടാണ് തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ പഞ്ചായത്തിലെ സപ്ലൈകോയുടെ മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ
നേതൃത്വത്തിൽ മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തോളമായി മാവേലി സ്റ്റോർ കാലിയായ അവസ്ഥയിലാണെന്നും ഓണം അടുക്കാറായിട്ടും ഇതുവരെ സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല. പലരും ഇവിടെ വന്ന് മടങ്ങുന്ന അവസ്ഥയുമാണ്. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന നിരക്കിൽ നൽകുക എന്നീ ആവശ്യങ്ങളാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓണമായി ഒന്നും കിട്ടാത്ത, സപ്ലൈകോയിൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് റേഷൻ കടയിലായാലും അതുപോലെ തന്നെ മാവേലി സ്റ്റോറിലും ഒന്നുമില്ലാതെ എവിടേക്ക് പോകുമെന്ന് തൊഴിലുമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നും ഓണത്തിന് ജനങ്ങളെ പട്ടിണിക്കിടരുത് സർക്കാരെ. പ്രതിഷേധ ധർണയിൽ KM അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം PU റജുല, KP മുനീർ, PM സാദിഖ് അലി, CH ജബ്ബാർ, PU ഹക്കീം, മുംതാസ്, മൈമുന, VA റുബീന, നൌഫൽ, ബഷീർ, V അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം ഇതര സംസ്ഥാനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 45 വയസ്സുള്ള പാഞ്ചാലിയാണ് മരിച്ചതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കൊലപാതകമെന്ന് സംശയിക്കുന്നതായി സൂചിപ്പിച്ച പോലീസ് മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥ മരിച്ചു. വെള്ളത്തേരി അമ്പലത്ത് വീട്ടിൽ അബ്ദുൽ സലാമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഷംസിയയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അപകടം. ഭർത്താവ് അബ്ദുൽ സലാമിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ സ്കൂട്ടർ റോഡരികിലേക്ക് തിരിക്കുന്നതിനിടയിൽ എതിരെ വന്ന മറ്റൊരു സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ അബ്ദുൽ സലാമിനും കൂട്ടിയിടിച്ച സ്കൂട്ടറിലെ യാത്രിക വേലൂർ കാവുങ്കൽ വീട്ടിൽ 30 വയസ്സുള്ള ജിഷയ്ക്കും പരിക്കേറ്റിരുന്നു. സാരമായി പരിക്കേറ്റ ഷംസിയ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ചയാണ് ഷംസിയ മരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പിയിലെ ഗതാഗത പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി നഗരസഭയിൽ ചേർന്ന യോഗം കാര്യമായ തീരുമാനങ്ങൾ എടുക്കാനാവാതെ പിരിഞ്ഞു. നിലവിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ വ്യാപാരി സംഘടനകൾ പോലീസ് നടപടിയിൽ രേഖപ്പെടുത്തിയ അതൃപ്തി ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ബസ് ഉടമകളും തൊഴിലാളികളും സംതൃപ്തി രേഖപ്പെടുത്തി. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും നടക്കാനുള്ള നടപ്പാതകൾ ഒരുക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നുവന്നു. പട്ടാമ്പിയിലെ ഗതാഗത പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് നഗരസഭയിൽ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. പട്ടാമ്പിയിൽ നിലവിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ബസ് ഉടമകളും തൊഴിലാളികളും സംതൃപ്തി രേഖപ്പെടുത്തി. നിലവിൽ നടത്തിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പട്ടാമ്പിയിൽ അപകട നിരക്കിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഗതാഗത കുരുക്കിന് കുറവ് വന്നിട്ടുണ്ടെന്നും യോഗത്തിൽ പോലീസും അറിയിച്ചു. നിലവിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ വ്യാപാരി സംഘടനകൾ പോലീസ് നടപടിയിൽ രേഖപ്പെടുത്തിയ അതൃപ്തി ഉൾപ്പെടെ യോഗത്തിൽ പ്രധാന ചർച്ചയായി. പുതുതായി വരുന്ന റോഡ് നിർമ്മാണം കഴിയുന്നതുവരെയെങ്കിലും നിലവിലെ പോലീസ് നടപടികൾ നിർത്തിവെക്കണമെന്ന് വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെട്ടു. നഗരത്തിൽ പരിഷ്കാരങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നിലവിൽ കെട്ടിടങ്ങളിൽ നിന്ന് ഇറക്കിക്കെട്ടിയ കയ്യേറ്റം ഉൾപ്പെടെയുള്ളവ പൊളിച്ചുമാറ്റാൻ തയ്യാറാണെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് പ്രതിനിധികളും യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ റോഡിൽ ബൈക്ക് പാർക്കിങ്ങിന് അനുമതി നൽകണമെന്നും യോഗത്തിൽ ആവശ്യമായിരുന്നു. കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർക്ക് ബിൽഡിങ്ങുകളിൽ മതിയായ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യമായിരുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും നടക്കാനുള്ള നടപ്പാതകൾ ഒരുക്കണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഉയർന്നുവന്ന ചർച്ചകൾ പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും അറിയിച്ചു. യോഗത്തിൽ കൗൺസിലർമാർ, റവന്യൂ, പൊതുമരാമത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ടെമ്പോ സംഘടനാ പ്രതിനിധികൾ, ബസ് ഉടമ സംഘടനാ പ്രതിനിധികൾ, ബിൽഡിംഗ് ഓണേഴ്സ് സംഘടനാ പ്രതിനിധികൾ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രതിഷേധ സമരങ്ങളെയും പുച്ഛിച്ചുതള്ളി പൊതുമരാമത്ത് വകുപ്പ്. കുളപ്പള്ളി മുതൽ ഷൊർണൂർ കൊച്ചി പാലം വരെ ഇപ്പോഴും നടുവൊടിക്കുന്ന യാത്ര. ഭരണപക്ഷ പാർട്ടി ഉൾപ്പെടെ പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിട്ടും ഉദ്യോഗസ്ഥർ കരാറുകാരുടെ ദല്ലാളെന്ന ആരോപണം ഉയർന്നിട്ടും ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ ഇതുവരെ നടപടിയുണ്ടായില്ല.
തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ റോഡാണിത്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവെച്ച റോഡ് നവീകരണം ഇന്നും പൂർത്തിയായിട്ടില്ല. മുടക്കിയ ലക്ഷങ്ങൾ കുഴികളായി മാറി. കുഴികളിൽ വീണ് പലരുടെയും നടുവൊടിഞ്ഞു. സുഹൃത്തുക്കളെ, ഇത് കൊളപ്പുള്ളി ഷൊർണൂർ റോഡാണ്. വളരെ ദയനീയമാണ്, മോശമാണ്. ഓടിക്കാൻ തന്നെ വണ്ടി ഓടിക്കാൻ തന്നെ പറ്റില്ല. എല്ലാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ടാക്സും ഇൻഷുറൻസിനും ടെസ്റ്റ് തെറ്റിയുള്ള ഫൈനുകൾ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ തന്നതാണ് 7,500 രൂപ ടെസ്റ്റ് തെറ്റി പറഞ്ഞിട്ട് 2 മാസം വൈകിയതിന്. അപ്പോൾ അധികാരികൾ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. റോഡ് നേരാക്കി തരുന്നതും അവരുടെ ഉത്തരവാദിത്തമാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത സമരങ്ങളുമായി ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറപ്പിക്കാൻ ശ്രമം നടത്തി നോക്കി. പാതയിൽ ശയനപ്രദക്ഷിണം വരെ നടത്തിയിട്ടും ഉദ്യോഗസ്ഥ ദൈവങ്ങൾ കനിഞ്ഞില്ല. യാത്രക്കാരും ടാക്സി തൊഴിലാളികളും ഒരേപോലെ ദുരിതത്തിലാണ്. നടുവൊടിയുന്നതിനൊപ്പം വണ്ടികളും കട്ടപ്പുറത്താകുന്നു. വണ്ടിയുടെ പണിയും എല്ലാം കൂടിയിട്ട് ആകെ കയ്യും കാലും വേദന എടുക്കലും ഒക്കെ ഇവിടുന്ന് കൊളപ്പുള്ളി തൊട്ട് SMD വരെ നല്ല പാടാണ് ഇവിടുന്ന് വരെ പോകാൻ. യാത്ര എങ്ങനെയുണ്ട്? യാത്ര അടിപൊളിയാണ്, ഒന്നും പറയല്ല. മഴ പെയ്യുമ്പോൾ പാതയിലെ വൻ ഗർത്തങ്ങളിൽ ചെളിവെള്ളം നിറയും. വനിതാ കൗൺസിലർ ഉൾപ്പെടെ നിരവധി ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഇത്തരം കുഴികളിൽ വീണ് പരിക്കേറ്റിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കേണ്ട റോഡ് നവീകരണം ഇന്നും സ്തംഭനാവസ്ഥയിൽ. കൊളപ്പുള്ളി മുതൽ കൊച്ചി പാലം വരെ റോഡിൻ്റെ സൗകര്യാവസ്ഥ വളരെ ദയനീയമാണ്. യാത്ര ചെയ്യാനും നമ്മൾ ഓട്ടോസ് ഓടിക്കുമ്പോൾ വണ്ടിയുടെ പുറത്തുകളിൽ കംപ്ലൈൻറ്റ്, യാത്ര ചെയ്യുന്ന യാത്രക്കാരടക്കം കംപ്ലൈൻറ്റ് പറയുന്നത് നല്ല റോഡാണ്, മനോഹരമായ റോഡാണ്, ഇനി യാത്ര ചെയ്യണമെന്നാണ് പാർട്ടിക്കാരെല്ലാം പറയുന്നത്. അപ്പോൾ ഒരു ദയനീയാവസ്ഥയിലുള്ള സ്വന്തം നഗരസഭയുള്ള റോഡ് നല്ല രീതിയിൽ ആക്കണമെന്നാണ് അഭ്യർത്ഥന ഒരു ഡ്രൈവറിൽ നിന്ന് എനിക്ക്. കുളപ്പുള്ളി മുതൽ കൊച്ചി പാലം വരെ ഏതാണ്ട് എല്ലാ ഭാഗത്തും റോഡ് ഭാഗികമായും ചിലയിടത്ത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കരിമ്പട്ടികയ്ക്ക് അപ്പുറത്തൊരു പട്ടികയുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ പേര് ചേർക്കേണ്ട നിരുത്തരവാദ സമീപനമാണ് കരാറുകാരൻ്റെ ഭാഗത്തുണ്ടായത്. എന്നിട്ടും കരാറുകാരനെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും ആരോപണങ്ങൾ ഉയരുന്നു. ഓണം വേളയിൽ ഈ പ്രധാന പാതയുടെ തകർച്ച ഷൊർണൂരിൻ്റെ വ്യാപാര വ്യവസായ മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ്. മേഖലയിൽ ഭരണപക്ഷത്തിനെതിരായ ജനവികാരമുയരാനും ഈ അനാസ്ഥ വഴിവെക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായിൽ CPM ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ CPMന്റെ നേതൃത്വത്തിൽ 4 പതിറ്റാണ്ടായി തുടരുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ദുർഭരണമെന്നാരോപിച്ച് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ K മുരളീധരൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച രാവിലെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ ധർണയിൽ DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, ജില്ലയിലെ സമുന്നതനായ നേതാക്കൾ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കുമെന്ന് കോട്ടയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K മോഹൻകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അർഹരായ 600 പേരുടെ ലിസ്റ്റിൽ 15 വർഷക്കാലത്തിനിടയ്ക്ക് വെറും 26 പേർക്ക് മാത്രമാണ് വീട് അനുവദിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ വികസന പദ്ധതികൾ ഒന്നും നടക്കാത്തതിനാൽ 2 കോടി രൂപ സ്പിൽ ഓവറായിട്ടുണ്ടെന്നും അക്കാരണത്താൽ ഇത്തവണ പഞ്ചായത്തിലേക്ക് നാമമാത്രമായ ഫണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും മോഹൻകുമാർ പറഞ്ഞു. കോട്ടായി പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്ന CPM ഭരണസമിതിക്കെതിരെ വളരെ വലിയൊരു ജനവികാരം. നാളിതുവരെ ഒരു സമരപരിപാടി പോലും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉണ്ടായിട്ടില്ല. അതിനാൽ അതിശക്തമായ ഒരു പ്രക്ഷോഭം നാളെ നടക്കാൻ പോകുന്നു. കേരളത്തിന്റെ ആരാധനായ മുൻ KPCC അധ്യക്ഷൻ ശ്രീ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കേരളത്തിന്റെ പാലക്കാട് ജില്ലയുടെ കരുത്തനായ പ്രസിഡന്റ് DCC പ്രസിഡന്റ് ശ്രീ തങ്കപ്പൻ അവർകളും ജില്ലാ കോൺഗ്രസിന്റെ മഹിളാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണനും തുടങ്ങി ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കുന്ന കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി രമേശ്, മണ്ഡലം സെക്രട്ടറി ഗംഗാധരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
ഒറ്റപ്പാലം മീറ്റ്ന SRK നഗറിൽ കടബാധ്യതയുള്ള യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. SRK നഗർ താണിക്കപ്പടി വീട്ടിൽ 41 വയസ്സുള്ള നിഷാദാണ് മരിച്ചത്. കടബാധ്യതയും ജോലിയില്ലാത്തതിന്റെ മാനസിക സംഘർഷവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു. മരിച്ച നിഷാദ് സ്വകാര്യ ബാങ്കുകളിൽ നിന്നെടുത്ത ലക്ഷങ്ങളുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരാളിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ഉടമ വിറ്റതോടെ വരുമാനമാർഗവും മുടങ്ങി. കടബാധ്യതയും ജോലിയില്ലാത്തതിൻ്റെ മാനസിക സംഘർഷവുമാണ് യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ സംശയം. കഴിഞ്ഞ രാത്രി 8 മണിയോടെയാണ് റെയിൽവേ ട്രാക്കിന് സമീപം മൃതദേഹം കണ്ടെത്തിയത്. നമ്മളെ അയൽവാസി തന്നെയാണ്. അങ്ങനെ 5 കുട്ടികളൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികളാണ്. ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ആളാണ്. കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തതാണ്. അത് അടക്കാൻ വഹിക്കാത്ത കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്താണ്. വൈകിട്ട് 7 വരെ വീട്ടിൽ സ്വകാര്യ ബാങ്കുകളുടെ ജീവനക്കാർ തിരിച്ചു പോകാതെ ഉണ്ടായിരുന്നു. പണം കിട്ടിയേ തിരികെ പോകൂ എന്നതായിരുന്നു അത്രേ ഇവരുടെ ഭീഷണി. ഒരു ദിവസം 2 അടവുകൾ വെച്ച് ആഴ്ചയിൽ 14 തിരിച്ചടവുകളാണ് ഈ കുടുംബത്തിനുണ്ടായിരുന്നത്. 6 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. എൻ്റെ പേര് ജിഷാദ്. എൻ്റെ സഹോദരൻ ഇന്നലെ വൈകിട്ട് ഒരു 8 മണിയോടുകൂടി ട്രെയിനിൽ പെട്ട് ആത്മഹത്യ ചെയ്ത് മരണപ്പെടുകയാണ് ഉണ്ടായത്. കടബാധ്യത മൂലമാണ് ചെയ്തത്. കുറേ ലോണുകളുടെ അടവടയ്ക്കാൻ ജോലി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അടവടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് സ്റ്റേഷനിൽ പോയിട്ട് ഇളവുകൾ ചോദിച്ചതാണ്. പക്ഷെ അവർ കുറേ പേര് വീട്ടിൽ ഉമ്മർക്ക് വന്നിട്ട് ക്യാഷ് കിട്ടിയിട്ടാണ് പോകുള്ളൂ. 7 മണി വരെ 7:30 8 മണി വരെയൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പം അത് അങ്ങനെ മൂലം കാരണം കൊണ്ടാണ് സംഭവം ഉണ്ടായത്. പ്രായപൂർത്തിയാകാത്ത 4 പെൺകുട്ടികളും 2.5 വയസ്സുകാരനായ ഒരാൺകുട്ടിയും വീട്ടമ്മയായ ഭാര്യയുമാണ് നിഷാദിൻ്റെ വീട്ടിലുള്ളത്. അതായത് ഇപ്പോൾ ഈ കുട്ടി മരണപ്പെടാനുള്ള കാരണം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഫൈനാൻസിയർ കാരണം തന്നെയാണ്. അവർ രാവിലെ ഒരു 7 മണിക്ക് ഇവിടെ വന്ന് വിട്ട് കഴിഞ്ഞാൽ അവർ വൈകുന്നേരം 8 മണി വരെ ആയാലും അവർ ഈ വീട്ടിലുണ്ടെന്ന്. ഈ വീടല്ല, ഇവിടെ കുറേ പ്രദേശത്ത് ഈ ഭാഗത്ത് അവരെ കൊണ്ടുള്ള ശല്യങ്ങളുണ്ട്. അവർ വിട്ടുമാറൂല. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ തീരുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒന്നിൻ്റെ ജീവനാ പോയത്. 5 മക്കളാണ്, 4 പെൺകുട്ടി, ചെറിയ മക്കളാണ്. മൂത്ത കുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി അതുകളെ കൊണ്ട് എന്താ ചെയ്യാന്നുള്ളത് യാതൊരു വലിയ മാർഗവും നമ്മളില്ലാതെ ഇരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിന്റെ ഗ്രാമീണ മേഖലയിൽ മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ പിടിമുറുക്കുന്ന കൊള്ളപ്പലിശക്കാരെ നാടുകടത്തണമെന്ന് കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. സ്ത്രീകളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇടപാടിലൂടെ കുടുംബജീവിതം അസ്വസ്ഥമാക്കുന്ന സ്വകാര്യ മൈക്രോ ഫിനാൻസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്ലബ്ബ് സെക്രട്ടറി സി ബിജു മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ആകർഷകമായ രീതിയിലുള്ള പരിചയപ്പെടുത്തൽ, ലളിതമായ വ്യവസ്ഥകളെന്ന വാഗ്ദാനം, ഒടുവിൽ ആധാരം വരെ വാങ്ങിവെച്ച് വായ്പ നൽകൽ, തിരിച്ചടവ് മുടങ്ങിയാൽ ഭീഷണി, വീട്ടിൽ പാറാവ്, ഇതെല്ലാമാണ് മൈക്രോ ഫിനാൻസുകളുടെ രീതിയെന്ന് കാരക്കാട്ടെ സാമൂഹ്യ കലാസാംസ്കാരിക സംഘടനയായ ഫ്രണ്ട്സ് ക്ലബ്ബ് ചൂണ്ടിക്കാട്ടുന്നു. 40ഓളം മൈക്രോ ഫിനാൻസ് ഗ്രൂപ്പുകളാണ് ഷൊർണൂരിൽ മാത്രം പിടിമുറുക്കിയിരിക്കുന്നത്. സ്ത്രീകളാണ് പ്രധാന ഇരകൾ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ മുച്ചിക്കോട്ട് കോളനിയിൽ രാജേഷ് എന്ന പേര്. ഞാൻ ഓട്ടോ തൊഴിലാളിയായിരുന്നു. 2 വർഷത്തോളമായിട്ട് കിഡ്നി ഫെയിലറായിട്ട്, കിഡ്നി ഹാർട്ട് കംപ്ലൈൻ്റാണ്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഹോസ്പിറ്റൽ കേസിൻ്റെ മറ്റുള്ള സഹായങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈക്രോ ഫിനാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏത് ഫിനാൻസ് ആയിരുന്നു? ഒരു 4-5 ഫൈനാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്ന്? ചികിത്സയുടെ ഭാഗമായിട്ട് എടുത്താണ്. പക്ഷേ പിന്നെ മറ്റുള്ള വരുമാനം കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കഴിയണത് നമ്മൾ പുതുക്കി എടുക്കേണ്ടി വന്നു. ഇപ്പം നോക്കുമ്പോൾ അടയ്ക്കാനുള്ളൊരു സാധ്യത ഇല്ല. അവരിപ്പോൾ എന്താണ് പറയണത്? അവരിപ്പോൾ എന്താ, അവർക്ക് അടവ് കിട്ടിയേ പറ്റുള്ളൂ. നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളൊന്നും അവർക്ക് അറിയണ്ട. കിഡ്നി 90% വർക്കിംഗ് ഉള്ളൂ. വീട്ടിൽ വന്നിട്ട് ഭീഷണിയുടെ രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാറുണ്ട്? രീതിയിലുണ്ട്. കാരണം അവർക്ക് അവസ്ഥകളും കാര്യങ്ങളൊന്നും അറിയണ്ട. പലിശയ്ക്ക് കടമെടുത്ത് ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പലരെയും കൊള്ളപ്പലിശക്കാരെത്തിക്കുന്നുവെന്നാണ് ഫ്രണ്ട്സ് ക്ലബിൻ്റെ പരാതി. സഹകരണ ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും ഉൾപ്പെടെ നിരവധി അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങൾ ഷൊർണൂർ നഗരസഭാ പ്രദേശത്തുണ്ട്. എന്നാൽ വായ്പ അനുവദിക്കുന്നതിൽ ബാങ്കുകൾ സ്വീകരിക്കുന്ന കടുത്ത വ്യവസ്ഥകൾ ഇത്തരം കൊള്ളപ്പലിശക്കാർക്ക് പ്രോത്സാഹനമായി മാറുന്നു. വായ്പ ലഭിക്കാതെ വരുമ്പോൾ
മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കൊള്ളപ്പലിശക്കാരെ ആശ്രയിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാവുകയാണെന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് സെക്രട്ടറി സി ബിജു മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക ഗുണ്ടാസംഘങ്ങളായി തഴച്ചുവളരുന്ന മൈക്രോ ഫിനാൻസുകൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടായില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ സാമൂഹിക ദുരന്തമാണെന്ന മുന്നറിയിപ്പും നിവേദനത്തിലുണ്ട്. കൊള്ളപ്പലിശ സംഘങ്ങളെ തുരത്താൻ സത്വര നടപടി വേണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. മൈക്രോ ഫിനാൻസ് എന്ന 10,000 മുതൽ 20,000, 50,000 വായ്പ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന സ്ഥിതിയായിട്ട് മറ്റു പലിശക്കാർ വീണ്ടും എടുക്കുക, അങ്ങനെ സമീപമായിട്ട് ഇപ്പോൾ അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതായിട്ട് അതിനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് മറ്റും പരാതി കൊടുത്തിരിക്കണം. പാവപ്പെട്ട നിത്യരോഗികൾ, അതുപോലെ അസുഖബാധിതരായുള്ള ആളുകൾ തുടങ്ങിയ ആളുകൾ പഠന ചെലവ്, ചികിത്സാ ചെലവ്, വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ ആവശ്യം എടുത്ത ലോണുകളാണ്. അതിന് 26%, 35% അമിത പലിശയുടെ മുൻ വർഷങ്ങളിൽ ഓപ്പറേഷൻ കുബേര അടിസ്ഥാനത്തിൽ വട്ടിപ്പലിശകൾ നിർത്തിവെച്ചാണ്. അപ്പോൾ അത് വട്ടിപ്പലിശക്കാർ പുതിയ രൂപത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇസാഫ്, മുത്തൂറ്റ് തുടങ്ങിയ ആളുകളുടെ ജൽജി ഗവർണർ ഭാഗത്തിൽ 5 ആൾ 10 ആൾ എടുത്ത് ആ ലോൺ അടയ്ക്കാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോൾ അവർ പകലും രാത്രിയും വീട്ടിൽ വന്നിരിക്കും, പൈസ കിട്ടി മാത്രം പോകുന്ന അവസ്ഥയായിക്കൊണ്ട് അതിൻ്റെ ഭീഷണിയിൽ ഒട്ടേറെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന പോലീസ് സേനയും RSSും തമ്മിലുള്ള വിശുദ്ധ ബന്ധം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്നും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കോങ്ങാട് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പത്തിരിപ്പാലയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കരീം പറളി ഉദ്ഘാടനം ചെയ്തു. പോലുള്ള ആളുകളുമായിട്ടാണ് അദ്ദേഹം വിവാദം ഉയർത്തിയത്. അദ്ദേഹത്തെ നമ്മുടെ ADGP ഒക്കെ അൻവർ പരിചയപ്പെടുത്തിയത് കാട്ടുകൊള്ളക്കാരനായിട്ടും അഴിമതി വീരനായിട്ടുമൊക്കെയാണ്. കാരണം കേരളം സംരക്ഷിക്കേണ്ട നിയമപാലകരാണ് ADGP അജിത് കുമാറും മറ്റ് നമ്മുടെ പിണറായി വിജയനും ഒക്കെ. അതിനെതിരെയാണ് ശക്തമായ ഭാഷയിൽ ഭരണപക്ഷത്തിൽ നിന്ന് എതിരഭിപ്രായങ്ങൾ വരുന്നത്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ അകത്തു നിന്നാണ് വന്നത്. കാരണം ഒരു സംഘടന മലീമസമാകുമ്പോൾ, അഴിമതിയിൽ മുങ്ങിക്കൊളിക്കുമ്പോൾ, അശ്ലീലതയിൽ മുങ്ങിക്കളിക്കുമ്പോൾ അതിനകത്തു നിന്ന് തന്നെ പൊട്ടിത്തെറികൾ വരും. പത്തിരിപ്പാലയിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ജാഫർ പത്തിരിപ്പാല അധ്യക്ഷനായി. TM ഫാറൂഖ്, VP മുഹമ്മദ് അലി, VP ഉസ്മാൻ, അനസ് സക്കീർ, ഫൈസൽ, സുന്ദരൻ, ഇക്ബാൽ, നാസർ, അസീസ്, ഹനീഫ, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിൽ പാതയിൽ സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്ന് ആവശ്യം. ഗതാഗത തിരക്കേറിയ റൂട്ടിൽ റോഡ് മുറിച്ചു കടക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിൽ പാതയിൽ പൊതുവെ വലിയ ഗർത്തങ്ങളാണ്. 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലെ കടന്നുപോകുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുട്ടികൾക്കും അധ്യാപകർക്കും പാത മുറിച്ചു കടക്കണമെങ്കിൽ മിനിറ്റുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണിവിടെ. ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാകാൻ വിദ്യാലയത്തിന് മുന്നിൽ സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്നാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും ആവശ്യം. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഇൻസ്ട്രക്ടർ ലിൻസൺ ആന്റണി ആവശ്യപ്പെട്ടു. പിന്നെ തിരക്കുള്ള ഈ ഹൈവേ ആണ്. ഇവിടെ ഇതേവരെയായിട്ടും ഒരു സീബ്ര ലൈൻ സ്ഥാപിച്ചിട്ടില്ല. സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിൽ ഇവിടെ നല്ല തിരക്കാണ്. റോഡ് അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന മാതാപിതാക്കൾക്കായാലും ഇതിലേക്ക് ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അടിയന്തരമായി സീബ്ര ലൈൻ കൂടി സ്ഥാപിച്ചു തരണമെന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ പതിവായി അപകടത്തിൽപ്പെടുന്ന സ്ഥലം കൂടിയാണ് സ്കൂളിന് മുൻവശത്തെ പാത. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കുഴികളിൽ വീണാണ് പലപ്പോഴും അപകടം സംഭവിക്കുന്നത്. അപകടമുണ്ടാകുമ്പോൾ തീർത്തും പ്രഹസനമായ ചില ഓട്ടയടക്കൽ നടപടികളുണ്ടാകും. പണി തീരും മുമ്പ് തന്നെ വീണ്ടും കുഴികൾ രൂപപ്പെടുകയും ചെയ്യും. അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ വിദ്യാലയത്തിന് മുന്നിൽ സീബ്ര ലൈൻ ഉടൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ഇതിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഇവിടെ വരും. കാരണം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പിള്ളേർ ഇവിടെ ഇങ്ങനെ സ്പീഡിൽ വന്ന് ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണ്. മെയിനായിട്ട് ഇതിവിടെ ടാറിങ് ചെയ്തിട്ട് ഒരു സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇവിടുത്തെ ഒരു പൊതുവായ ഒരു പ്രവർത്തകൻ്റെ നിലയിലും ഒരു ജനങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി ജനങ്ങളുടെ ഒരു വികാരം എന്നിടത്തോളം നമ്മൾ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ അധികാരികളുടെ പ്രത്യേക ശ്രദ്ധ
ഇത് നിങ്ങളൊന്ന് ശരിയാക്കിയേ പറ്റുള്ളൂ. ഇവിടെ മാത്രമല്ല, ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ ഈ റോഡുകൾ ഇങ്ങനെ കിടക്കുന്നത്. വേറെ ഒരു മുനിസിപ്പാലിറ്റിയിലും ഇങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ നിങ്ങളത് ഒന്ന് ഇറങ്ങിയിട്ട് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുക. മഴ നിൽക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എങ്കിലും ഒന്ന് ടാർ ചെയ്തിട്ട് ഒരു സീബ്ര ലൈൻ വരച്ച് കിട്ടുന്നതാണ് നല്ലത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊപ്പം പഞ്ചായത്തിലെ പുതുമന തുരുത്ത് റോഡിന്റെയും നവീകരണം പൂർത്തീകരിച്ച കോളനിയുടെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 11 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തികൾ നടപ്പിലാക്കിയത്. കൊപ്പം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ പുതുമന തുരുത്ത് റോഡിന്റെയും നവീകരണം പൂർത്തീകരിച്ച കോളനിയുടെയും ഉദ്ഘാടനമാണ് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ നടന്നത്. ചെയ്തിട്ടുള്ളത്. അപ്പോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായിട്ട് SC ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ SC കോളനികൾ നവീകരിച്ചും റോഡ് നവീകരിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ നമ്മൾ ഭരണസമിതി വന്നതിൻ്റെ ശേഷം ചെയ്തിട്ടുണ്ട്. അതൊക്കെ SCക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭരണസമിതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 11 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പിലാക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, വാർഡ് മെമ്പർ AP അഭിലാഷ്, AP രാമദാസ്, രവി സരോവരം, TK ഷുക്കൂർ, AK മുസ്തഫ, സുരേഷ്, ഗിലർ പുലാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യവുമായി മലമ്പുഴയിലെ CITU മത്സ്യത്തൊഴിലാളികൾ. വയനാടിന് കൈത്താങ്ങാകാൻ ഇവർ കൈകോർത്തത് ബിരിയാണി ചലഞ്ചിലൂടെ. 2.5 ലക്ഷം രൂപ ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച് നൽകുകയാണ് തൊഴിലാളികളുടെ ലക്ഷ്യം. 2500 പാക്കറ്റ് ബിരിയാണി ഉണ്ടാക്കി വിതരണം ചെയ്യാനാണ് തൊഴിലാളികൾ ലക്ഷ്യമിടുന്നത്. 1000 രൂപ വീതം 55 തൊഴിലാളികൾ നൽകിയാണ് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയത്. ഈ തുക തിരികെ വാങ്ങുന്നുമില്ല. CITU മലമ്പുഴ മത്സ്യത്തൊഴിലാളി യൂണിയൻ സെക്രട്ടറി R സുരേഷ്, ജില്ലാ പ്രസിഡന്റ് സുൽഫീഖർ അലി, ജില്ലാ സെക്രട്ടറി ഷമീർ ഖാൻ, ജില്ലാ കമ്മിറ്റി അംഗം M അബ്ദുൽ നാസർ, മലമ്പുഴ മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് പ്രതീഷ് തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി. മലമ്പുഴ SP ലൈനിലെ മുസ്തഫയാണ് പ്രധാന പാചകക്കാരൻ. 2.5 ലക്ഷം രൂപ സമാഹരിച്ച് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് തൊഴിലാളികളുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നഗരസഭയിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് നടത്താറുണ്ട്. നിരവധിയായ സാധാരണക്കാരായ ആളുകളാണ് അതിൻ്റെ ഉപഭോക്താക്കളായി വരുന്നത്. നമുക്കറിയാം, ഇന്നൊരു കണ്ണ് കാഴ്ചയുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊന്നും നമ്മൾ സാരാക്കാറില്ല. എന്നാൽ അത് കാഴ്ചയില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മളത് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്രവിഭാഗത്തിന്റെയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെയും പട്ടാമ്പി നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്രപരിശോധനയും തിമിര നിർണയ ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി. ജില്ലാ ആശുപത്രി സർജൻ ഡോക്ടർ ഗീത വിഷയാവതരണം നടത്തി. കൗൺസിലർ CA റാഫി, ഡോക്ടർ അബ്ദുറഹ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P വിജയകുമാർ, ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ് നടന്നത്. ഡോക്ടർ ഗീത ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പത്തിരിപ്പാല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂളിലെ 78, 79, 80 SSLC ബാച്ചിലെ 40ഓളം വിദ്യാർത്ഥികളാണ് ഒത്തുകൂടിയത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിൽ ഒതുങ്ങി കഴിയുന്ന ഒരു സമയങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടി നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കാണാനും നമ്മുടെ പഴയ സൗഹൃദങ്ങൾ ഒന്ന് ഏറ്റെടുക്കാനും എന്തായാലും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലൂടെ നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ആളുകളും ഓരോ ഭാഗത്തു നിന്നാണ്, അതായത് ഇപ്പോൾ നമ്മൾ പത്തിരിപ്പാല GHS പഠിച്ചുവെങ്കിലും അതായത് സ്ത്രീകളായതുകൊണ്ട് പല ഭാഗങ്ങളിലേക്കും കല്യാണം കഴിച്ച് പോയ ആളുകളായിരിക്കാം. പരിപാടിയിൽ U രാധ അധ്യക്ഷയായി. ഗായകൻ ശ്രീഹരി വിശിഷ്ട അതിഥിയായി. KR രാധാബായി, P രമാദേവി, K ലത, PC ചാമിക്കുട്ടി, K നളിനി, രമ, VV ജയശ്രീ, P ദേവയാനി, MK വിജയകുമാരി, E സേതുമാധവൻ, U മുരളീധരൻ, PM ബഷീർ, KK മധുസൂദനൻ, N വിജയകുമാർ, K മറിയക്കുട്ടി, PV ലളിത തുടങ്ങിയവർ സംസാരിച്ചു. C വിശ്വംഭരൻ സ്വാഗതവും NM രാജൻ നന്ദിയും പറഞ്ഞു.
കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ബേബി ഷക്കീലയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് സ്വരൂപിച്ച തുക ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അനിതയ്ക്ക് കൈമാറി. തുടർന്ന് കലാപരിപാടികളും നടന്നു. പരിപാടിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അനിതയെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് മെമ്പർമാരുടെ വാർഷിക പൊതുയോഗം ചേർന്നു. ബാങ്ക് ചെയർമാൻ എം സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു പൊതുയോഗം. അപ്പോൾ ആ കടന്നു വന്നത് നമ്മുടെ മൂലധനത്തിലും കുറച്ച് കുറവുകളുണ്ട്, അത് മാറണം. 1,00,000 ചില്ലാനും റുപ്യ നമ്മുടെ മൂലധനത്തിൽ നിന്ന് അതിൻ്റെ ഷെയർ സംഖ്യ പിരിച്ചു ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നു. അത് വരാൻ പാടില്ല, പൂർണ്ണ നമ്മുടെ ഷെയർ സംഖ്യ. അപ്പോഴാണല്ലോ ബാങ്ക് വലുതാവുക. നമുക്ക് 6 ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകളിൽ നമ്മൾ ബിസിനസ് നടത്തുന്നുണ്ട്. ബാങ്ക് അങ്കണത്തിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ വൈസ് ചെയർമാൻ പി വിജയൻ സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ KC ജയൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജനറൽ മാനേജർ VR ബിന്ദു ഓഡിറ്റ് റിപ്പോർട്ടും ഭരണ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഡയറക്ടർമാരായ NP ശിവശങ്കരൻ, M ചന്ദ്രശേഖരൻ, C അനൂപ്, C അബ്ദുൾ റഹ്മാൻ, C മുകുന്ദൻ, P രമേഷ്, M സൈതലവി, KR രജനി, P കനകാംബിക, K പുഷ്പലത, CEO MS അശോകൻ എന്നിവർ സംസാരിച്ചു. 2024-2025 വർഷത്തെ പുതുക്കിയ ബജറ്റ് പൊതുയോഗം അംഗീകരിച്ചു. കരട് ബജറ്റ് അവതരണം, ബൈലോ ഭേദഗതി, പ്രമേയാവതരണം തുടങ്ങിയവയുമുണ്ടായി. ഡയറക്ടർ C മുകുന്ദൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ചമ്പ്രകുളം AUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് V മുരളീധരൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞുലക്ഷ്മി, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, പ്രധാന അധ്യാപകൻ MM വിജയകൃഷ്ണൻ, PS സുനിത, M ഹിബത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ക്ഷേത്രകല യുവപ്രതിഭ അവാർഡ് പൈങ്കുളം സ്വദേശിക്ക്. പൈങ്കുളം മഠത്തിൽ തൊടി MP വിഷ്ണുപ്രസാദാണ് യുവപ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. കൃഷ്ണനാട്ടം കലാകാരനാണ് വിഷ്ണുപ്രസാദ്. സ്കൂളിലേക്ക് 10ഓളം കമ്പ്യൂട്ടറുകൾ അനുവദിച്ച പ്രവാസി വ്യവസായിക്ക് സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഖത്തറിലെ സ്വകാര്യ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പൂടൂർ ആനിക്കോട് സ്വദേശിയായ സുനിൽ കാമ്പ്രത്തിനെയാണ് തോൽനൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെയും PTA-യുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. സ്കൂൾ ഹാളിൽ ചേർന്ന സ്വീകരണ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി. സുനിൽ കുമ്പറത്തിൽ നിന്നും 10ഓളം ലാപ്ടോപ്പുകൾ സ്കൂൾ പ്രിൻസിപ്പൽ MM രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ലാപ്ടോപ്പ് അഭിലാഷ് തച്ചങ്കാട് വിതരണം ചെയ്തു. പ്രവാസി വ്യവസായി സുനിൽ കാമ്പ്രത്ത്, കുത്തന്നൂർ പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ അൻസാർ കാസിം, കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീന നൈനാൻ, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക റോസി ടീച്ചർ, സ്കൂൾ ചെയർമാൻ ഫായിസ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. നീ നിന്റെ കാര്യം മറ്റുള്ളവരെന്തോ കരുതട്ടെ. ജീവിതം ഒന്നേ ഉള്ളൂ. ഏതു വിധേനയും പണമുണ്ടാക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, ഓരോ നിമിഷവും ജീവിതം ആസ്വദിക്കുക. ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ കേൾക്കുന്നത്. ഇതെല്ലാം നിരന്തരം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ 15 വർഷം നിരന്തരം കേൾക്കുന്നു. ഞാനും നിങ്ങളും അറിയാതെ നമ്മളെല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങുകയും. സ്കൂൾ പ്രിൻസിപ്പൽ MM രാധാകൃഷ്ണൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി ചന്തപുരയിൽ ഡിവൈഡർ സ്ഥാപിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ദിനംപ്രതി ഗതാഗത തിരക്കേറി വരുന്ന പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിലെ പറളി ചന്തപുരയിൽ 3 റോഡുകൾ സംഗമിക്കുന്നിടത്ത് ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്നും മുഴുവൻ സമയവും ഹോംഗാർഡിന്റെ സേവനം വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ദീർഘകാലമായുള്ള ആവശ്യം. അപകടം പതിവായ പറളി ചന്തപുരയിൽ യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് ആവശ്യപ്പെട്ടു. രാവിലെയും അതായത് സ്കൂൾ വിടുന്ന സമയങ്ങളിൽ ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഉച്ച സമയത്തും രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം 3-4 മണി വരെയുള്ള സമയത്തും ഇവിടെ ഹോം ഗാർഡ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ മാത്രമാണ് 1 മണിക്കൂർ രാവിലെ മാത്രമാണ് ഇവിടെ ഹോം ഗാർഡ് വരുന്നത്. പിന്നെ വൈകുന്നേരം ഒരു 1 മണിക്കൂറോ 1 മണിക്കൂറോ ആണ് സാധാരണ വരാറുള്ളത്. പക്ഷേ തിരക്കേറിയ ഈ റോഡിലെ നിരന്തരം അപകട മേഖലയാണ് ഈ പറളി മേഖലയിലുള്ളത്. കാരണം മോട്ടോർ സൈക്കിളിന്റെ ഭാഗത്ത്, അതായത് പാലത്തിന്റെ ഇപ്പുറത്തും ഈ സ്കൂൾ വിടുന്ന ഏരിയ, ബസ് സ്റ്റോപ്പിന്റെ നിരന്തരമായ അപകടം നടന്നുകൊണ്ടിരിക്കുന്ന
മേഖലയാണ്. ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിലെ കലാമേളകൾക്ക് തുടക്കമായി 3 ദിവസങ്ങളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവം കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വീട്ടിൽ വഴക്ക് പറയണം, ആ കുട്ടിക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടിയില്ല, അത് ചെയ്യരുത്. ചിലപ്പോൾ എനിക്കും ഒക്കെ പറ്റാം, സ്റ്റേജിൽ പല സാഹചര്യങ്ങളല്ലേ, ചിലപ്പോൾ നമുക്ക് തെറ്റ് പറ്റാം. അപ്പോൾ അതിന് വഴക്ക് പറയാതെ ആ കുട്ടിയെ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് അടുത്ത വരുന്ന മത്സരങ്ങളിലും അവരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. തരംഗ് 2024 എന്ന പേരിലാണ് സ്കൂൾ കലോത്സവം സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കലാമണ്ഡലം സംഗീത പ്രസാദ് അവതരിപ്പിച്ച നൃത്താവതരണവുമുണ്ടായി. ഉദ്ഘാടന ചടങ്ങിൽ അറഫ ചാരിറ്റബിൾ ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷനായി. ഡിജിറ്റൽ ലോഗോ പ്രകാശനവും മുഖ്യ പ്രഭാഷണവും അറഫ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS ഹംസ നിർവഹിച്ചു. സെക്രട്ടറി അബ്ദുൽ ലത്തീഫ്, പ്രധാന അധ്യാപിക C രമ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 3 ദിവസങ്ങളിലായി 4 വേദികളിൽ 40ഓളം ഇനങ്ങളിലായി 1000-ലധികം വിദ്യാർത്ഥികൾ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയായ നിള ബഹ്റിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടിയിൽ നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച സിദ്ധാർത്ഥ് സുകുമാരനെയും അനുമോദിച്ചു. അനുമോദന പരിപാടിക്ക് കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുള്ള, റഷീദ്, മുഹമ്മദ് കുട്ടി, ഗഫൂർ, ഷറഫുദ്ദീൻ, സിജിത്ത്, ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏകദേശം 18ഓളം കുട്ടികൾ ബഹ്റൈനിലെ പ്രവാസികളായിട്ടുള്ള നിള കൂട്ടായ്മയിലെ മെമ്പർമാരായിട്ടുള്ള അവരുടെ മക്കൾക്കാണ് ഈ ഒരു അവാർഡ് നൽകി വരുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ ഉന്നത വിജയം കൈവരിച്ച ആറ്റൂർ മേഖലയിലെ ആറ്റൂരിൽ നിന്നുള്ള സുകുമാരൻ എന്ന ഞങ്ങളുടെ മെമ്പറുടെ മകൻ, അദ്ദേഹത്തിനും ഞങ്ങൾ അവാർഡ് നൽകുകയുണ്ടായി. ഇത് ഏകദേശം 2021 മുതൽ രൂപീകൃതമായ ഒരു സംഘടനയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. അധോലോക സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും കാത്തിരിക്കുന്നത് ഇരുണ്ട മുറികളെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK ഫാറൂഖ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഏത് വലിയ മുതലാളിയുടെ ക്വാറിയും പൂട്ടിക്കുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. ക്വാറി പ്രവർത്തനത്തിന് CPM എതിരല്ല. കണക്കൊഴുപ്പിൽ എന്ത് നെറുകേടുമാകാമെന്ന് ഒരു ക്വാറി മുതലാളിയും കരുതേണ്ട. വരോട് ഡാർക്ക് സ്റ്റോൺ ക്വാറിയിൽ നിന്ന് ഇനി ഒരു ലോഡ് കല്ല് പോലും പുറത്തുപോകാൻ പാടില്ലെന്നും N സുരേഷ് ബാബു. ക്വാറിക്ക് മുന്നിൽ ജനകീയ സമരസമിതി നടത്തിയ രാപ്പകൽ സത്യാഗ്രഹത്തിന് സമാപനം. കൊലപാതക സ്വർണ്ണക്കടത്ത് മാഫിയകളെ ചേർത്തുപിടിക്കുന്ന LDF ഭരണം ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥകളെ അവഹേളിക്കില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. ADGPയെ പുറത്താക്കിയാൽ കൊള്ളയുടെ ചുരുളഴിയുമെന്ന് മുഖ്യമന്ത്രി ഭയക്കുന്നു. കുറ്റാരോപിതനായ ADGPയെയും ആരോപണമുന്നയിച്ച MLAയെയും മുഖ്യമന്ത്രി ഒരേപോലെ ചേർത്തു നിർത്തുന്നതിൽ ദുരൂഹതയുണ്ടെന്നും MP. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട് കളക്ട്രേറ്റിലേക്ക് KSSPA മാർച്ച്. VS സുനിൽകുമാറിനെ ആക്ഷേപിച്ച് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. സുനിൽകുമാർ പൂരത്തിന്റെ അന്തകനായാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്നും ഗോപാലകൃഷ്ണൻ. തനിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന പ്രതികരണം ചിരിച്ചു തള്ളുന്നുവെന്ന് VS സുനിൽകുമാർ. ആർക്കാണ് മാനസിക വിഭ്രാന്തിയെന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാം. പ്രതിഷേധ സമരങ്ങളെ പുച്ഛിച്ചു തള്ളി പൊതുമരാമത്ത് വകുപ്പ്. കുളപ്പള്ളി മുതൽ ഷൊർണൂർ കൊച്ചി പാലം വരെ ഇപ്പോഴും നടുവോടിയെന്ന യാത്ര. റോഡ് നവീകരണം അനിശ്ചിതമായി നീളുന്നതിൽ ദുരൂഹത. ചില PWD ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന പരാതി ശക്തമാകുന്നു. അപകടങ്ങൾ പതിവായ പാതയിൽ ഷൊർണൂർ ടെക്നിക്കൽ സ്കൂളിന് മുന്നിൽ സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. മങ്കരയിൽ അംഗൻവാടി വർക്കർ നിയമനത്തിനുള്ള അഭിമുഖത്തിൽ ക്രമക്കേട് ആരോപിച്ച് CPM. ഇന്റർവ്യൂ പാനലിൽ കോൺഗ്രസ് BJP മണ്ഡലം പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തിയത് ദുരൂഹം. ലക്ഷ്യം സ്വജനപക്ഷപാതമെന്നും CPM പ്രാദേശിക നേതൃത്വം. അഭിമുഖം നടന്ന കേന്ദ്രത്തിലെത്തി CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം ഇതര സംസ്ഥാനക്കാരിയായ യുവതി മരിച്ച നിലയിൽ. കൊലപാതകമെന്ന് സംശയിക്കുന്നതായി പോലീസ്. ഒറ്റപ്പാലം മീറ്റ്നയിൽ കടബാധ്യതയുള്ള യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വായ്പയെടുത്ത സ്ഥാപനങ്ങളുടെ സമ്മർദ്ദം ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന് സംശയം. എരുമപ്പെട്ടിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥ മരിച്ചു.
ഷൊർണൂരിൽ മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ പിടിമുറുക്കുന്ന കൊള്ളപ്പലിശ സംഘങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. സ്ത്രീകളെ കേന്ദ്രീകരിച്ച് പണം കടം നൽകുന്ന സംഘങ്ങൾ കുടുംബങ്ങൾ തകർക്കുന്നു. ഷൊർണൂരിലെ ഗ്രാമീണ മേഖലയിൽ മാത്രം ഇത്തരം 40ഓളം സംഘങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ക്ലബ്ബ് സെക്രട്ടറി നിവേദനം നൽകി. എംപിയുടെ ഇടപെടൽ. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽ അടിപ്പാതയ്ക്ക് അനുമതിയായി. അടിപ്പാത നിർമ്മിക്കുക 1,68,00,000 രൂപ ചെലവിൽ. പ്രവൃത്തിയുടെ പൂർണ്ണ ചെലവ് റെയിൽവേ വഹിക്കുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.